ഹലോ എവ്രിവൺ, നമ്മളിന്ന് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ മൊഡ്യൂൾ 1-ലെ ഇമ്പോർട്ടൻ്റ് ആയ എക്സാം പോയിന്റ് റിവിഷനാണ് ചെയ്യുന്നത് കേട്ടോ. റിവിഷനാണ് നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. മാക്സിമം നിങ്ങൾ ടെക്സ്റ്റ് ഒപ്പം നിവർത്തി വയ്ക്കാൻ ശ്രമിക്കുക. ഇതേപോലെ ജസ്റ്റ് ഒരു പേപ്പർ കിട്ടുകയാണ്, അല്ലെങ്കിൽ നോട്ട് ഇമ്പോർട്ടൻ്റ് ആയത് കേൾക്കുമ്പോൾ അതൊന്ന് എഴുതി വെക്കുന്ന ഒരു പേപ്പറും കൂടി എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് വൈകിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ പോർഷനിലേക്ക് കിടക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സിന് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിലും ഇത് കുറച്ച് പോയിന്റ്സ് കൂടെ പറയുന്നുണ്ട്. എല്ലാം കൂടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ്, നമുക്കറിയാം ലാംഗ്വേജ്. എന്താണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ലാംഗ്വേജ്? ലാംഗ്വേജ് ഈസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അല്ല, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയാണ്. ലാംഗ്വേജ് ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ മനുഷ്യന്മാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ഈ ലാംഗ്വേജ്, ഭാഷ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു ഭാഷ ഉള്ള കാരണമല്ല ഒരു സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യണത് തന്നെ. നിങ്ങൾക്ക് എന്ത് തോന്നണം? ലാംഗ്വേജ് ഇസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ വിച്ച് ഹ്യൂമൻ ഇൻട്രാക്ട്. അപ്പോൾ ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചാൽ അത് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ലാംഗ്വേജ് എന്താണ്? ലാംഗ്വേജ് ഇസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ വിച്ച് ഹ്യൂമൻ ബീയിങ്സ് ആർ ഇൻട്രാക്റ്റഡ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ഇൻട്രാക്ട് ചെയ്യണത് എന്തിലൂടെയാണ്? ലാംഗ്വേജിലൂടെയാണ്. ലാംഗ്വേജിലൂടെയാണ് ഹ്യൂമൻ ബീയിങ്സ് ഇൻട്രാക്ട് ചെയ്യണത്. ഇൻറ്റിമേറ്റ് കണക്റ്റഡ് ടു ദ സൊസൈറ്റി വിച്ച് ഈ സൊസൈറ്റി കുഡ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഒരു സൊസൈറ്റി നിൽക്കുന്നത് തന്നെ എങ്ങനെയാണ്? ലാംഗ്വേജിലൂടെയാണ്. സൊസൈറ്റി നിൽക്കുന്നത് തന്നെ, സൊസൈറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഈ ഒരു ലാംഗ്വേജിലൂടെയാണ്. ഓൾ ദ ബീയിങ്സ് വിത്ത് ക്വസ്റ്റ്യൻസ് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഇസ് എ വ്യൂ ഹാസ് എ മീനിങ് ത്രൂ വിച്ച് ഹ്യൂമൻ ബീയിങ് ഇൻട്രാക്ട്. ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യണത്? ലാംഗ്വേജിലൂടെയാണ്. കമ്മ്യൂണിക്കേഷൻ മീൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് മെറ്റലൈസ് വിച്ച് ഇസ് എയ്ഡ്സ് ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഇതിൽ കമ്മ്യൂണിക്കേഷൻ എയ്ഡ് ആയിട്ടാണ് പറയുന്നത്. ലാംഗ്വേജസ് ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് വിത്ത് സൊസൈറ്റി ഓഡിങ് ദ ഫങ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ മെസ്സേജ്. അപ്പോൾ ഹ്യൂമൻസൊക്കെ അവരുടെ മെസ്സേജ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ലാംഗ്വേജിലൂടെയാണ്. വിച്ച് മീൻസ് society could not exist. One language became as a part of human existence. Creation and transmission of the culture we made possible. അപ്പോൾ ഇത് കൂടെയാണ് നമ്മുടെ കൾച്ചേഴ്സൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണതൊക്കെ ഈ ഒരു ലാംഗ്വേജിലൂടെയാണ്. ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. ആദ്യം ലാംഗ്വേജ് എന്താണ്, ഡെഫിനേഷൻ, കോൺസെപ്റ്റ് പറഞ്ഞിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റണില്ലേ? പിന്നെ എവിടെ പറയുന്നത്, ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ സംസാരിച്ച് തുടങ്ങുമല്ലോ. ആദ്യം സൗണ്ട്സ് ആണ് ഉണ്ടാക്കുക, അല്ല ആദ്യം സൗണ്ട് ഉണ്ടാക്കിയിട്ട് ലെറ്റേഴ്സ് ആവും. അങ്ങനെ വേർഡ്സ് കുട്ടി സംസാരിക്കാൻ പഠിക്കും. അങ്ങനെ മെല്ലെ മെല്ലെ സെൻറ്റൻസ് ആക്കി പറയും. അല്ല, ആ കുട്ടി ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ച് വരില്ലേ ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നതും. സൗണ്ട്സ് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എനി ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ ആ ഒരു സൗണ്ട്സ് ആണ് എല്ലാം നമ്മൾ പറഞ്ഞു വരുന്നത്. അത് തന്നെയാണ് ഒരു ലാംഗ്വേജിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ടാണ്, അല്ല ഒരു ശബ്ദമാണ്. ദ സൗണ്ട് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലാംഗ്വേജ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. പിന്നെ പറയുന്നത്, വി ബിലീവ് ദാറ്റ് ദർ ഈസ് ആൻ ഇൻകൺവീനിയൻസ് കണക്ഷൻ ബിറ്റ്വീൻ ദ വേർഡ്സ് ആൻഡ് ദ തിങ്സ് ഇറ്റ് പ്രസൻറ്റഡ്. ദ വേർഡ്സ് ഇസ് വെരി പവർഫുൾ, നെയിംസ് ആർ എക്സാക്ട്ലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ചില വേർഡ്സ് സംസാരിക്കുമ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാവാറില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബോർഡ്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ വെച്ചിട്ടാണ് ബോർഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലത്തെ ബ്ലാക്ക് ബോർഡായിട്ട് എടുക്കാം. അതേസമയം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇരിക്കുമ്പോൾ നമ്മൾ ബോർഡ് എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പം അത് വേറെ സിറ്റുവേഷനിൽ അതാണ് ബോർഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ്. അപ്പം അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോരോ ഇത് മാറിപ്പോവും അല്ലേ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോ സാധനങ്ങളുടെ പേര്, മീനിങ് ഒക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഒരിക്കലും ഒരു വേർഡിൻ്റെ മീനിങ് ആ ഒരു വേർഡിന് എക്സാക്റ്റ് ആയിട്ടില്ല. അതൊരു സെൻറ്റൻസും സിറ്റുവേഷനും അനുസരിച്ചിട്ടാണ് അതിൻ്റെ മീനിങ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സിലാണ് പറഞ്ഞ വെച്ചെങ്കിൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുള്ള ബോർഡാണ് അല്ലേ. പിന്നെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാന്ന് പറയും അല്ലേ. അപ്പം ആ ഒരു വേർഡിന് തന്നെ പല പല മീനിങ് ഉണ്ട്. അതൊരു സെൻറ്റൻസിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ അനുസരിച്ചിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരിക്കലും ഒരു വേർഡിന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് ലൈക്ക് ആ ഒരു വേർഡിൻ്റെ മീനിങ് അല്ല, നേരെ മറിച്ച് ഒരു സ്ട്രക്ചർ, അത് എവിടെയാണ് ആ ഒരു അതിൻ്റെ ഒപ്പം നിൽക്കുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻസൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ മീനിങ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 2 പേജിൽ പറയുന്നത്. സൗണ്ട് ഇസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എനി ലാംഗ്വേജ്, ഹെൻസ് റൈറ്റിംഗ് സിസ്റ്റം ആൻഡ് ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് കെയിം ലേറ്റർ. അപ്പോൾ ആദ്യം സൗണ്ടാണ് വന്നത്, അത് കഴിഞ്ഞിട്ടാണ് ലെറ്റേഴ്സും റൈറ്റിംഗ് സിസ്റ്റം ഒക്കെ വന്നത്. ആസ് എ അവെയർ ആസ് ഇൻ സൊസൈറ്റി
A child speaks of the first language as a meanings associated with the sound through the gradual process. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം ഒരു സൗണ്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പിന്നെ മെല്ലെ മെല്ലെ ആ കുട്ടി ലെറ്റേഴ്സ് പറയും, വേർഡ്സ് പറയും, സെൻറ്റൻസ് പറയും. അങ്ങനെയാണ് ആ കുട്ടിയുടെ ഗ്രാജുവലി ആണ് ആ കുട്ടി ലാംഗ്വേജ് പഠിക്കുന്നത്. ലാംഗ്വേജ് ഇസ് ദസ് പാറ്റേൺ. ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു പാറ്റേൺ ആണ് അല്ലെ. സൗണ്ടും ലെറ്റേഴ്സും വേർഡും സെൻറ്റൻസും ഒക്കെ ആയിട്ടൊരു പാറ്റേൺ ആണ്. അതായത് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ തന്നെ അത് അതിൻ്റെ മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു വേർഡ്, ഒരു സെൻറ്റൻസ്, ആ ഒരു സെൻറ്റൻസിലെ ഒരു ദായും ഓഫും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സെൻറ്റൻസിൻ്റെ മീനിങ് മാറും ഇല്ലേ? ഒരു സെൻറ്റൻസിൻ്റെ ഒരു ദായോ അതിൽ ഏതെങ്കിലും ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വെറുതെ ഒന്ന് മാറ്റി അങ്ങോട്ട് കൊണ്ട് തിരിച്ചിട്ടാൽ തന്നെ ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ മൊത്തത്തിൽ മാറും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നതും. അപ്പോൾ ഒരു കറക്റ്റ് സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അതിൽ ഒരു സ്പെല്ലിങ് കറക്റ്റ് ആവണം, വേർഡ്സ് കറക്റ്റ് ആവണം, എല്ലാതും കറക്റ്റായാൽ മാത്രമേ ഒരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആവത്തുള്ളൂ. പിന്നെ പറയുന്നത് അതായത് ഒരു സൗണ്ട് ഒരു ലാംഗ്വേജിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാന്ന് പറയുന്നത് സൗണ്ടാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? സൗണ്ടാണ് ലാംഗ്വേജിൽ അല്ലേ. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ലാംഗ്വേജ് ഒന്നും പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ആക്ഷൻസ് വെച്ചിട്ടും സൗണ്ട്സ് ഒക്കെ വെച്ചിട്ടൊക്കെ അവർ പണ്ടത്തെ ആദിമ മനുഷ്യന്മാരൊക്കെ അവർ ലാംഗ്വേജ് ഒന്നും പഠിച്ചിട്ടല്ല സംസാരിച്ചിരുന്നത്. അവരവരുടെ രീതിയിൽ ഒരു കോഡ് പോലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് അവർ സംസാരിച്ചിരുന്നത്. റൈറ്റിംഗ് സിസ്റ്റം ആൻഡ് ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് കെയിം ലേറ്റർ. പിന്നെയാണ് റൈറ്റിംഗ് സിസ്റ്റം പിന്നീടാണ് റൈറ്റിംഗ് സിസ്റ്റവും അതുപോലെ ലെറ്റേഴ്സും ഒക്കെ വന്നത്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു മാൻ്റെ സോഷ്യൽ എക്സ്പീരിയൻസിൽ നിന്ന് എംബഡ് ചെയ്തതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ എക്സ്പീരിയൻസിൽ നിന്ന് വന്നതാണ് എന്നാണ് പറയുന്നത്. ലാംഗ്വേജ് ഇസ് ദ പാറ്റേൺ ചെയ്തിരിക്കുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് എംബഡഡ് ഇൻ ദ മാൻ സോഷ്യൽ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലാംഗ്വേജ് സിസ്റ്റം, ലാംഗ്വേജ് സിംബോളിക് ആൻഡ് ഇറ്റ് ഈസ് ആർബിട്രറി. ലാംഗ്വേജ് സിസ്റ്റം, ലാംഗ്വേജ് സിംബോളിക് ആൻഡ് ഇറ്റ് ഈസ് ആർബിട്രറി. ഈ ഒരു പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ലാംഗ്വേജസ് സിസ്റ്റം ആണ്. നമ്മൾ പറഞ്ഞല്ലോ ലാംഗ്വേജ് സിംബോളിക് എന്ന് പറഞ്ഞു, അതുപോലെ ആർബിട്രറി എന്ന് പറഞ്ഞു. ഇനി ഇത് എന്താണ്, എന്തുകൊണ്ടാണ് മീൻ ചെയ്യുന്നത്, ഇത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ലാംഗ്വേജ് സിസ്റ്റം ആണെന്ന്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം ഒരു ലാംഗ്വേജിൽ, ഒരു ഭാഷയിൽ ലാംഗ്വേജിൽ ശബ്ദം ഉണ്ടാവും അല്ല. ഒരു ഭാഷ ശബ്ദമില്ലാതെ എന്ത് ലാംഗ്വേജ് ആണ്? പിന്നെ അതിൽ വേർഡ് ഉണ്ടായിരിക്കും, ഗ്രാമർ ഉണ്ടായിരിക്കും അല്ലേ. ഈ സൗണ്ടും വേർഡും ഗ്രാമറും കൂടി ചേർന്നതാണ് ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അല്ലേ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സൗണ്ട് ഉണ്ട്, പിന്നെ വേർഡ് ഉണ്ട്, പിന്നെ ഗ്രാമർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ. ഞാൻ ഷോർട്ടാക്കിയത് ഇതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദേ സിസ്റ്റം ഫോം ദ റിസോഴ്സസ് ഓഫ് ക്രിയേറ്റിംഗ് മീനിങ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാലാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാവുള്ളൂ, ഒരു മീനിങ് ഉണ്ടാവുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ലാംഗ്വേജ് ഒരു സിസ്റ്റമാണ്. ടെക്സ്റ്റിലുണ്ട് ക്ലീനായിട്ട്. അപ്പോൾ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിൽ സൗണ്ട് ഉണ്ട്, വേർഡ്സ് ഉണ്ട്, ഗ്രാമർ ഉണ്ട് അല്ലേ. എല്ലാം കൂടി ചേർന്നതാണ് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് ഒരു സിസ്റ്റമാണ്. ദി സിസ്റ്റം ഫോർ ദ റിസോഴ്സ് ഫോർ ക്രിയേറ്റിംഗ് മീനിങ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു മീനിങ് ഉണ്ടാവുന്നത്. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് മീനിങ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് മീനിങ് ഉണ്ടാവുന്നത്. ഈ സിസ്റ്റം ലാംഗ്വേജ് സ്പെസിഫിക്. അപ്പോൾ ഒരു ലാംഗ്വേജ് എന്താണ്? സ്പെസിഫിക് ആണ്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് ഇമ്പോർട്ടൻ്റ് ആയ കാരണം മാർക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറേ തവണ ചോദിക്കും. പിന്നെ ഇനി അടുത്തത് എന്തുകൊണ്ടാണ് സൗണ്ട് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്നൊക്കെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നത് ടെക്സ്റ്റ് തുറന്ന് വയ്ക്കാട്ടെ, പേജ് നമ്പർ 30. It is a significance of look of the term language can be used as refer to the variety of concept things such as. അതായത് ഇതിലെ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് കോൺസെപ്റ്റിനെ റെഫർ ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് കോൺസെപ്റ്റിനെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണ് 3 കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. ദ പെർട്ടിക്കുലർ ഫോം ഓഫ് ദ വേർഡ്സ് ആൻഡ് സ്പീച്ചസ് യൂസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി, ഏരിയാസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. നമുക്കൊരു ഏരിയത്തെ പീപ്പിളിനെയോ സോഷ്യൽ ഗ്രൂപ്പിനെയോ ഏരിയയിലുള്ള ആൾക്കാരെയൊക്കെ ഈ ഒരു ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും അല്ലേ. ദ പെർട്ടിക്കുലർ ഫോം ഓഫ് ദ വേർഡ്സ് ആൻഡ് സ്പീച്ച് യൂസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് എ കൺട്രി, ഏരിയ ഓർ സോഷ്യൽ ഗ്രൂപ്പ്. അതായത് ഇപ്പോൾ ചില കുറച്ച് കണ്ണൂരൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഭാഷയും തൃശ്ശൂർ താമസിക്കുന്ന ആൾക്കാരുടെ ഭാഷയും ഭയങ്കര വ്യത്യാസമായിരിക്കും അല്ലേ.
ഇവിടെ ഫസ്റ്റ് പറയുന്നത് എന്താണ്, അതായത് ഒരു ലാംഗ്വേജ് നമുക്ക് ഒരു റെഫർ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഒരു ഭാഷ പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാരുടെ ഭാഷ വെച്ചിട്ട് നമുക്ക് ഒരു സ്ഥലക്കാരനെ റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ നേരെ മറിച്ച് എന്താണ്, ഇൻ ദ മെത്തേഡ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ യൂസ് സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ് ഇൻ അനദർ വേർഡ്സ് വി ക്യാൻ ടോക്ക് അബൌട്ട് എ സ്പെസിഫിക് ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ആ ഒരു റിട്ടൺ വേർഡ്സ്, ആ ഒരു സ്ലാങ് വെച്ച് റൈറ്റിംഗ്, ആ ഒരു ഭാഷ വെച്ചിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്, a further meaning of language is style types of words used by the persons or a group, അതായത് ഒരു പേഴ്സൺ, ഒരു പീപ്പിൾ, ഗ്രൂപ്പ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റൈൽ, ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൂന്നെണ്ണം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അതായത് വെറൈറ്റി ഓഫ് കോൺസെപ്റ്റ്, പല പല സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെന്നെ റെഫർ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ എങ്ങനെയാണ്, പെർട്ടിക്കുലർ ഫോം ഓഫ് വേർഡ്സ്, സ്പീച്ച്, അതായത് ഒരു സ്പീച്ച് അല്ലെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്, ദ മെത്തേഡ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ യൂസ് സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ്. സ്പോക്കൺ ഓർ റിട്ടൺ ഉദ്ദേശിക്കുന്നത് ഹിന്ദി, മലയാളം, ആ ലാംഗ്വേജ് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ, the further meaning of the language is style or type, അതായത് അവരുടെ സ്ലാങ് സ്റ്റൈൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടൈപ്പ്, വേർഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ്റെ ടൈപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് അവരെ റെഫർ ചെയ്യാൻ പറ്റും. ഈ മൂന്ന് കാര്യങ്ങൾ, ജസ്റ്റ് 3 പോയിന്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക, അത് മാത്രം മതി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പേജ് നമ്പർ 40, നെക്സ്റ്റ് പേജ് തന്നെ. Language is essentially a system because the vocal system of their patterning function in a unique way in each context, the manner in which the words rat composed are sequentially arranging in the particular rat. അതായത് ഇപ്പം ഒരു വേർഡ് റാറ്റ്, ഒരു എക്സാമ്പിൾ അവർ തന്നെ തന്നിട്ടുണ്ട്, റാറ്റ് എന്നുള്ള വാക്കിൽ RAT, റാറ്റ്, ആ ഒരു റാറ്റിൽ ആറ് അങ്ങോട്ട് മറിച്ച് എയും, അതായത് ART എന്നാക്കുക, ജസ്റ്റ് ഒന്ന് മാറ്റി മറിച്ചതൊക്കെ തന്നെ ആ ഒരു വേർഡിന്റെ മീനിങ് മാറി അല്ലേ, ART എന്താ ആർട്ട് അല്ലേ, റാറ്റ് മാറി ആർട്ടായി. അപ്പോൾ ഓരോ വേർഡിനും ഒരു യുണീക്നെസ് ഉണ്ട്. അതിലേതെങ്കിലും വേർഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ് മാറും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ വി ക്യാൻ സേ ദാറ്റ് ലാംഗ്വേജ് ഇസ് എസെൻഷ്യലി ഒരു സിസ്റ്റം ആണെന്ന്, അല്ലെ. ലാംഗ്വേജ് പറഞ്ഞാൽ ഒരു എസെൻഷ്യലി ഒരു സിസ്റ്റം ആണ്. കാരണം എന്താ, അതിന്റെ ഒരു വോക്കൽ സിമ്പിൾസും അതിന്റെ ഒരു അറേഞ്ച്മെന്റ്സും ആ ഒരു പാറ്റേൺ ഒക്കെ ഒരു യുണീക്ക് വേയിലാണ് അല്ലെ. ആ ഒരു അറേഞ്ച്മെന്റും ആ ഒരു വോക്കൽ സിസ്റ്റം, ആ ഒരു വോക്കൽ സിമ്പിളും അറേഞ്ച്മെന്റും അതേപോലെ അതിന്റെ പാറ്റേണിങ് ഒക്കെ ഒരു പ്രത്യേക യുണീക്ക് വേയിലാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിന്റെ മീനിങ്ങും ആ ഒരു ഇതൊക്കെ മാറും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് ടെക്സ്റ്റിലെ പേജ് നമ്പർ 14 കാണാം. ഷീ ഏറ്റ് ആൻ ആപ്പിൾ, അതായത് ഷീ ഏറ്റ് ആൻ ആപ്പിൾ, അവളൊരു ആപ്പിൾ കഴിച്ചു അല്ലേ. ഷീ ഏറ്റ് ആൻ ആപ്പിൾ, ഇതിലെ നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ഒന്ന് അങ്ങോട്ട്, അതായത് ആൻ ഇങ്ങോട്ടും ഷീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അതായത് ഷീ ആൻ ഏറ്റ് ആൻ ആപ്പിൾ. നോക്കൂ, ഷീ ആൻ ഏറ്റ് ആൻ ആപ്പിൾ, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ. സെൻറ്റൻസിൻ്റെ മീനിങ് മാറി അല്ലേ, ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് മാറി, അതാണ് ഇവിടെ പറയുന്നതും കേട്ടോ. ഷീ ആൻ ആപ്പിൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് മൊത്തം ഈ ഒരു സെൻറ്റൻസ് മാറിയപ്പോൾ എന്താണ്, ബ്രേക്ക് ഡൗൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും അതേപോലെ അതിൻ്റെ ആ ഒരു ഇതും കൂടി മാറിയപ്പോൾ എന്താണ്, ബ്രേക്ക് ഡൗൺ ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, ബ്രേക്ക് ഡൗൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് സുപ്ര സെഗ്മെന്റ്. എന്താണ് സുപ്ര സെഗ്മെന്റ്? അത് 2 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് സുപ്ര സെഗ്മെന്റ്? സുപ്ര സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോണ്, അതായത് ഇപ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഈ ഒരു ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഞാൻ ആ ടോണ് മാറ്റിയിട്ട് ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഒരു ക്വസ്റ്റ്യൻ പോലെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്നാക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ ടോൺ മാറിയില്ലേ, ആ ഒരു ടോൺ മാറി. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ആ ഒരു ടോൺ മാറിയപ്പോൾ തന്നെ എന്താണ്, അതൊരു ക്വസ്റ്റ്യനായി മാറി അല്ലെ, ആ ഒരു ഇത് മാറുക. അങ്ങനെ ആ ഒരു ടോൺ മാറുന്നതിനാണ് സുപ്ര സെഗ്മെന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സുപ്ര സെഗ്മെന്റ് ഫീച്ചർ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളും ഇതൊക്കെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പേജ് നമ്പർ 15 കാണാൻ പറ്റുമെങ്കിൽ കാണാമല്ലേ. പേജ് നമ്പർ 15 ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫോളിങ് ആൻഡ് റൈസിങ് ടോണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ സ്റ്റേറ്റ്മെന്റ് ഓർ എ ക്വസ്റ്റ്യൻ വിച്ച് ദ ചേഞ്ച് ഇൻ ദ ഹൈ ടോൺ ഓർ റൈസിങ് ഫോർ സ്ട്രെസ് ക്യാൻ ബി ക്രിയേറ്റ് എംഫസൈസ് വിത്തൗട്ട് ഡൗട്ട്. അതായത് സ്ട്രെസ് ഇതാണ്, ഇതേപോലെയാണ്
ടോൺ എന്ന് പറയുന്നത്. ഈ ഒരു ടോൺ ഹൈയും ഉണ്ട് ലോവും ഉണ്ട്. അപ്പോൾ ഇതിനെ ഒരു ചേഞ്ചസ് ഓഫ് ടോണൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗം, അതായത് ലാംഗ്വേജ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ഉള്ളത് പഠിച്ചു. ഒന്ന് ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ്, എന്താ ലാംഗ്വേജസ് ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് ആണ്. പിന്നെ എന്താണ് അതിന് അതിൻ്റെതായ ഒരു ഫങ്ഷൻ ഉണ്ട്, അത് ഹ്യൂമൻ എക്സിസ്റ്റൻസ് സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻസ് അതിനുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് ലാംഗ്വേജിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, കോൺസെപ്റ്റ് പഠിച്ചു, പിന്നെ ലാംഗ്വേജസ് സിസ്റ്റം അല്ലേ, സിസ്റ്റം ഓഫ് സൗണ്ടും അതേപോലെ വേർഡ്സ് ഗ്രാമറൊക്കെ കൂടി ചേർന്നതാണ് ലാംഗ്വേജ്. ദിസ് സിസ്റ്റം ഫോം ദ റിസോഴ്സസ് ഫോർ ക്രിയേറ്റിംഗ് ദ മീനിങ്. അപ്പോൾ മീനിങ് എങ്ങനെയാണ്? സൗണ്ടും വേർഡ്സും ഗ്രാമറും കൂടി ചേർന്നിട്ടാണ് മീനിങ് ഉണ്ടാവുന്നത്. പിന്നെ ഈ സിസ്റ്റം ഓഫ് ലാംഗ്വേജ് സ്പെസിഫിക്, അതായത് ഓരോ ലാംഗ്വേജിനും സ്പെസിഫിക് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ലാംഗ്വേജ് ആസ് സിംബോളിക് ആണ്. അത് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അതിലൊരുവിധ എല്ലാ മൊഡ്യൂൾസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും സമ്മറിയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്